Hi all, welcome to Learn Keen Previous Year Questions Part 7. First question, chlorophenyl methane is treated with the ethanolic sodium cyanide and the product obtained is reduced with the hydrogen in the presence of finely divided nickel to give. ക്ലോറോഫിനൈൽ മീഥേൻ എഥനോളിക് സോഡിയം സയനൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യുക. ആരുടെ പ്രസൻസില്? നിക്കലിന്റെ പ്രസൻസില്. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും കിട്ടുക? ഫിനൈൽ മെഥനമീൻ, 1 phenyl ethanamine, 2 phenyl ethanamine, 1 methyl, 2 phenyl ethanamine, phenyl methanamine. അപ്പൊ ഏതാണ് ആൻസർ എന്നുള്ളതും അതിന്റെ എക്സ്പ്ലനേഷൻ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലോറോഫിനൈൽ മീഥേൻ ഈസ് ആൾസോ നോൺ ആസ് ബെൻസൈൽ ക്ലോറൈഡ്. അതായത് ബെൻസീനകത്ത് ഒരു CH2Cl ഗ്രൂപ്പ് വരുന്നവരാണ് ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എഥനോളിക് സോഡിയം സയനൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോറിൻ ഡിസ്പ്ലേസസ് ദ ക്ലോറിൻ അയോൺ വിത്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, റീപ്ലേസ് ഇറ്റ് വിത്ത് എ സയനോ ഗ്രൂപ്പ്. അപ്പൊ ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിന്റെ ഭാഗത്ത് ആര് വരും? CN ഗ്രൂപ്പ് വരും. അതായത് ഇപ്പോ ഈ ഒരു റിയാക്ഷൻ സോഡിയം സയനൈഡ് വെച്ച് ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ മാറിയിട്ട് അവിടെ ആര് വരും? CN ഗ്രൂപ്പ് വരും. ക്ലോറിനും സോഡിയവും കൂടെ സോഡിയം ക്ലോറൈഡ് ആയിട്ട് പുറത്തേക്കും പോകും. The resulting phenyl acetonitrile is reduced with hydrogen. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ. അപ്പൊ എന്ത് സംഭവിക്കും? സയനോ ഗ്രൂപ്പ് അമീൻ ഗ്രൂപ്പ്, അതായത് C6H5CH2Cn+2H2 gives എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജനും നൈട്രജനും കൂടെ എന്ത് ചെയ്യും? NH2 ഗ്രൂപ്പ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 phenyl ethanamine. അപ്പോ ക്ലോറോഫിനൈൽ മീഥേൻ എന്ന് പറയുന്നത് ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ഈ ബെൻസൈൽ ക്ലോറൈഡിനെ എഥനോളിക് സോഡിയം സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ മാറി അവിടെ CN വന്നിരിക്കും. അതിനെ എഗെയിൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ CNലെ C പോയിട്ട് അവിടെ CN മാറിയിട്ട് അവിടെ NH2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ C മാറിയിട്ട് NH2 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ 2 phenyl ethanamine ആണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. And second question, a reagent that can be used to reduce benzene disonium chloride to benzene. Benzene disonium chloride നെ ബെൻസീൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിയേജന്റ് ഏതാണ്? എഥനോൾ, മെഥനോൾ, മെഥനോയിക് ആസിഡ്, അസറ്റോൺ, ഫോസ്ഫറസ് ആസിഡ്. ആൻസർ ഈസ് എഥനോൾ. The reduction of benzene disonium chloride to benzene can be achieved through a reducing agent. Ethanol is a reducing agent. അപ്പൊ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് N2Cl വരും. ഡൈസോണിയം ക്ലോറൈഡിനെ ബെൻസീൻ ആക്കി മാറ്റണമെങ്കിൽ ആ ഡൈസോണിയം ക്ലോറൈഡിന്റെ ആ പാർട്ട് റിമൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ റെഡ്യൂസിങ് ഏജന്റിനെയാണ് യൂസ് ചെയ്യേണ്ടത്. എഥനോൾ ഈസ് ദ ബെസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്. Third question, which one of the following is not an essential amino acid? അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്നതിൽ എസെൻഷ്യൽ അല്ലാത്ത അമിനോ ആസിഡ് ഏതാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈസിൻ, ട്രയോസിൻ, തെറിയോണിൻ, ട്രിപ്റ്റോഫാൻ, മെത്തിനോണിൻ. ഏതാണ്? ഓപ്ഷൻ ബി ടൈറോസിൻ ആണ് നോട്ട് എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത്. നോട്ട് ആൻ എസെൻഷ്യൽ അമിനോ ആസിഡ്, ഇറ്റ് ഈസ് സിന്തസിസ്ഡ് ഫ്രം ദ ഫിനൈൽ അലാനിൻ വിച്ച് ഈസ് എസെൻഷ്യൽ. ഫിനൈൽ അലാനിനാണ് അത് എസെൻഷ്യൽ ആണ്. സോ ടൈറോസിൻ ഈസ് കൺസിഡർഡ് ആസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, അപ്പോ ടൈറോസിൻ ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം ഫിനൈൽ അലാനിൻ. So tyrosine is considered as a non-essential amino acid. Fourth question, 14 gram of cyclopropane burn completely in excess oxygen. The number of moles of water formed is 14 gram cyclopropane excess oxygen presence il burn ചെയ്തു കഴിഞ്ഞാൽ എത്ര moles of water ആണ് ഫോം ചെയ്യുന്നത്? സൈക്ലോപ്രോപ്പേന്റെ മാസ് എന്ന് പറഞ്ഞാൽ 14 ആണ്. അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C3H6.
അപ്പൊ അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. 3 × 12 + 6 × 1 = 42. അപ്പൊ മോളാർ മാസും ഉണ്ട്, ഗിവൺ മാസും ഉണ്ട്. സോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. 14/42 = 0.333. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷൻ എഴുതി നോക്കാം. C3H6 in the presence of excess oxygen gives carbon dioxide and water. അപ്പോൾ 0.333 മോൾസ് ഓഫ് സൈക്ലോപ്രോപ്പേന് എത്ര വാട്ടർ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മോൾസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 0.333 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.0. അതായത് ഒരു എണ്ണത്തിന് എത്ര വേണം? 3 വാട്ടർ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 0.333ക്ക് 0.333 × 3 is equal to 1 moles of water. The answer is 1. Clear? Next question. 10 gram of alcohol is dissolved in 19 gram of water. The percentage of alcohol in the solution. 19 gram water 10 gram alcohol dissolve ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനിലെ ആൽക്കഹോളിന്റെ പെർസെന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗിവൺ മാസ്, ആൽക്കഹോളിന്റെ മാസ് 10, വാട്ടറിന്റെ മാസ് 90. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് എത്ര വരും? 100 വരും. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. Mass of alcohol divided by total mass into 100. That is 10/100 into 100. That is 100 വെട്ടിപ്പോയി. That is 10. അപ്പൊ ടോട്ടൽ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റെപ്പ് വെച്ച് ചെയ്യണമെന്ന് തോന്നിയാലും അത്രയൊന്നും ഇല്ല. നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ ടോട്ടൽ കണ്ടുപിടിക്കുക, ഇൻറ്റു അതിന്റെ പെർസെന്റേജ് എടുക്കുക. 7th question. Which of the following set of quantum numbers are possible? N is equal to 3, L is equal to 2, M is equal to -4, MS is equal to half. അപ്പൊ ഇങ്ങനെ ഒരു 5 കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ്? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രോൺസിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് പോലെയാണ് നമ്മുടെ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ആണ്. N 1, 2, 3 എക്സെട്ര ആണ്. അത് എനർജി ലെവലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ L, അത് 0 to n-1 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ -L, 0 to +L. സ്പിൻ ക്വാണ്ടം നമ്പർ either +½ or -½ ആണ് സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ N is equal to 3, L is equal to 2. അപ്പൊ N 3 ആണെങ്കിൽ n-1 ആണ് L. സോ M is equal to -L, 0 to +L. അപ്പൊ -2 ആവാം, -1 ആവാം, 0 ആവാം, +1 ആവാം, +2 ആവാം, ഏത് വേണമെങ്കിലും ആവാം. S എന്ന് പറഞ്ഞാൽ ഹാഫ്. അപ്പം L 2 ആണെങ്കിൽ L is equal to 2 is valued for N is equal to 3. Then M is equal to -2. It is in range, ഈ റേഞ്ച് തന്നെ -L, 0 to +L. Then MS ഒന്നുകിൽ +½ ആവും അല്ലെങ്കിൽ -½ ആവും. ഫസ്റ്റ് സെറ്റ് പോസിബിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് സെറ്റ് പോസിബിൾ ആണ്. The electronic configuration of PD, palladium, Z46 is. പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രിപ്റ്റോണിനെ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇത് അതിനടുത്തുള്ള ഒരു നോബൽ ഗ്യാസ് ആണ്. സോ 46 1s 2s 2p അത് ക്രിപ്റ്റോൺ വെച്ചിട്ട് ബാക്കി എഴുതുക. അപ്പൊ ഓപ്ഷൻ സി 4d10 5s0 5p0 ഇതാണ് പലേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എക്സ്പ്ലനേഷൻ പറയുന്നത് ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് 1s 2s 2p 3s 3p 4s 3d 4p 5s 3d 5p ഇങ്ങനെയാണ് പോകുന്നത്. ക്രിപ്റ്റോൺ ആണ് അതിനടുത്തുള്ള ഒരു നോബൽ ഗ്യാസ്. അപ്പൊ ആഫ്റ്റർ ക്രിപ്റ്റോൺ ദ നെക്സ്റ്റ് സബ്ഷെൽ ടു ബി ഫിൽഡ് ഈസ് 4d ഓർബിറ്റൽ. ഡി ആകുമ്പോൾ അതിൽ 10 ഇലക്ട്രോൺസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. പലേഡിയത്തിന് മൊത്തം 46 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 36 ഇലക്ട്രോൺ ക്രിപ്റ്റോൺ, ക്രിപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ 36 ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള 10 ഇലക്ട്രോണിനെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. സോ ക്രിപ്റ്റോൺ കഴിഞ്ഞിട്ട് 4d10, 5s 0 5p 0. മനസ്സിലായല്ലോ? 46 ആണ് നമ്മുടെ പലേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ അതില് 36 ആണ് നോബൽ ഗ്യാസിന്റെ നമ്പർ. അപ്പൊ 36 വരെ ആൾറെഡി ക്രിപ്റ്റോൺ എഴുതുമ്പോൾ ഫിൽ ആവും. ബാക്കി 10 എണ്ണത്തിനെ ഡി സബ്ഷനിൽ അക്കോമഡേറ്റ് ചെയ്യും. Then 9th question. Which of the following has a square planar structure? തന്നിരിക്കുന്ന NH4+, HCl4, CCl4, SiCl4, CH4 ഇതിൽ ഏതാണ് സ്ക്വയർ പ്ലനാർ സ്ട്രക്ചർ ഉള്ളത്? നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. HCF4 നാണ് സ്ക്വയർ പ്ലനാർ സ്ട്രക്ചർ ഉള്ളത്.
അമോണിയത്തിന് ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ്, സ്ക്വയർ പ്ലാനാർ അല്ല. സെനോൺ ടെട്രാഫ്ലൂറൈഡ് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ ആണ്, അതാണ് സ്ക്വയർ പ്ലാനാർ. ഇറ്റ് ഈസ് എ നോബിൾ ഗ്യാസ് ആണ്. സെനോണിന് ചുറ്റും, സെനോൺ എഴുതിയിട്ട് ചുറ്റും എന്താണ് 1 2 3 4 4 എന്ത് വരും, ഫ്ലൂറിൻ ആറ്റം വരും. ഇതാണ് സ്ക്വയർ പ്ലാനാർ ജോമെട്രി. CCl4 also tetrahedral structure. SaCl4 is also tetrahedral structure. Methane is also tetrahedral. അപ്പോൾ ബാക്കി എല്ലാവരും tetrahedral ആണ്. HCl4 is a square planar structure. Then 10th question, which of the following is paramagnetic? Paramagnetic ആവണമെങ്കിൽ there should be unpaired electron. എല്ലാ ഇലക്ട്രോണും paired ആയ diamagnetic ആണ്, unpaired. അപ്പോൾ O2 C2 N2 F2 H2. നമ്മൾ ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണെന്ന് അറിയാം നമുക്ക്, കാരണം അവർക്ക് 2 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അവിടെ 1s 2s 2p എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് അതിനകത്ത് എല്ലാം ഫിൽ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. കാർബണിന്റെ കേസ് വരുമ്പോഴത്തേക്കിന് ഇറ്റ് ഹാസ് പെയർഡ് ഇലക്ട്രോൺ, എല്ലാം പെയർഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഡയാമാഗ്നറ്റിക് ആണ്. നൈട്രജന്റെ കേസിലും എല്ലാം പെയർഡ് ആണ്, സോ ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഫ്ലൂറിന്റെ കേസിലും ഓൾ ദി ഇലക്ട്രോൺസ് ആർ പെയർഡ്, ഇറ്റ് ഈസ് ഡയമagnetic. ഹൈഡ്രജന്റെ കേസില് നമുക്കറിയാം ഇറ്റ് ഈസ് ആൾസോ ഡയമagnetic. അപ്പോൾ O2 മാത്രമാണ് അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നത്. O2 അപ്പൊ 16, O2 എന്ന് പറയുമ്പോൾ 16 വരും. അപ്പൊ അങ്ങനെ ഫിൽ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇറ്റ് ലീഡ്സ് ടു എ മാഗ്നറ്റിക് മൊമെന്റ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻസ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.